വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്താലേ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാവേ. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 1/2 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് വഴുതനങ്ങ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറു തീയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. ബാക്കിയുള്ളവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.